കുറേ മാസങ്ങളായിട്ട് കമന്റ് ബോക്സിൽ പല ചോദ്യങ്ങൾ വരാറുണ്ട് കമന്റ് ബോക്സ്. നടൻ ബാലയുടെ മോശപ്പെട്ട എല്ലാ കാര്യങ്ങളും എലിസബത്ത് ഉദയൻ വെളിപ്പെടുത്തുകയാണ്. ഗാർഹിക പീഡനം, ഭീഷണിപ്പെടുത്തൽ, വഴിവിട്ട ബന്ധങ്ങൾ തുടങ്ങി വലിയ ആരോപണങ്ങൾ എലിസബത്ത് ബാലയ്ക്കെതിരെ ഉന്നയിക്കുന്നു. പിരിഞ്ഞ ശേഷം ആദ്യമായാണ് എലിസബത്തിന്റെ പരസ്യമായ തുറന്നു പറച്ചിൽ. വിവാഹ ജീവിതത്തിൽ താൻ അനുഭവിച്ചത് ഓരോന്നായി എലിസബത്ത് എണ്ണി പറയുന്നു. കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന സമയത്ത് ഒരാൾ തനിക്ക് മരുന്ന് മാറ്റി തന്നെന്ന ബാല കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പിന്നാലെ എലിസബത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കമന്റുകൾ വന്നു. ഇതോടെയാണ് എലിസബത്ത് പ്രതികരിച്ചത്. ഇത്രയും കാലം താൻ പേടിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നെന്നും ഇനി പേടിച്ചിരിക്കാൻ തയ്യാറല്ലെന്നും എലിസബത്ത് പറയുന്നു. മുൻ വിവാഹ ബന്ധത്തിലെ മകളുടെ പേര് പറഞ്ഞ ബാല പല നാടകം കളിച്ചെന്നും എലിസബത്ത് ആരോപിക്കുന്നു. എലിസബത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു വന്ന ഒരാളുടെ കമന്റുകളിൽ ബാലയുടെ മകളെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിനെതിരെ എലിസബത്ത് സംസാരിക്കുന്നു. ബാലയുടെ അറിവോടെയാണ് വളരെ അടുത്ത ഒരാൾ ഈ കമന്റ് ഇട്ടതെന്നും തന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളിൽ 50% ഉത്തരവാദിത്തം ഈ കമന്റ് ഇട്ട ആൾക്കാണെന്നും എലിസബത്ത് പറയുന്നു. സ്വന്തം മകളെ പോലും ബാല ഇന്ന് തള്ളിക്കളയുമെന്നും എലിസബത്ത് പറയുന്നു. ഇത്രയും മോശമായി നിങ്ങൾ കുട്ടിയെക്കുറിച്ച് പറയുന്നു. പല ക്രിമിനൽ കഥകൾ വന്നപ്പോഴും നിങ്ങൾ സെന്റിമെന്റ് അടിച്ച് ആ കുട്ടിയുടെ പേരിലാണ്. അതിന്റെ നന്ദിയെങ്കിലും കാണിക്കണോ? എത്ര പ്രാവശ്യം അവരുടെ ഫോൺ ലീക്ക് ചെയ്തിട്ടുണ്ട്. ഫോൺ ലീക്ക് ചെയ്ത് പല മീഡിയകൾക്കും കൊടുത്ത് അയ്യോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്നെന്നും എലിസബത്ത് തുറന്നടിച്ചു. കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. ഒന്നുമില്ലെങ്കിലും പല കേസുകളിൽ നിന്ന് നിങ്ങൾ ഡൈവേർട്ട് ചെയ്തത് ഈ കുട്ടിയുടെ പേരിലുള്ള കരച്ചിലൂടെയാണ്. പുള്ളിക്കാരിയുടെ ബർത്ത്ഡേക്ക് ഡാഡി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു. ആ കരച്ചിലാണ് ഞാൻ വീണത്. പല പെണ്ണുങ്ങളും അങ്ങനെയാണ് വീഴുന്നതും. ഇനി അതുപോലെ സിമ്പതി കിട്ടാനുള്ള പരിപാടി ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത്ര കാലം നിങ്ങളോടൊപ്പം ജീവിച്ചതാണല്ലോ, അതുകൊണ്ട് അടുത്ത നീക്കം മുൻകൂട്ടി കാണാമെന്നും എലിസബത്ത് വ്യക്തമാക്കി. മുൻ ഭാര്യ അമൃതയെക്കുറിച്ച് തെറ്റായ കാര്യം തന്നെ ബാല പറഞ്ഞ് വിശ്വസിപ്പിച്ചെന്നും എലിസബത്ത് പറയുന്നുണ്ട്. എന്നാൽ അമൃതയുടെ പേരെടുത്ത് എലിസബത്ത് പരാമർശിക്കുന്നുമില്ല.